സ്ത്രീയും നിങ്ങളിൽ എത്ര പേര് മാധ്യമങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്? ജേർണലിസ്റ്റുകളാകാൻ? 1 2 3 4 5 6 ആദ്യം വായിക്കുന്ന പത്രം ഏതായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെടുന്ന പത്രം മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ? അല്ല, മാധ്യമം. ഏറ്റവും ആധികാരികമായ ഒരു വാർത്ത ആണ് എന്ന് ആരെങ്കിലും വിലയിരുത്താറുണ്ടോ? കമ്പയർ ചെയ്യാറുണ്ടോ? ഒരു പത്രം മാത്രം വായിക്കുക അല്ലെങ്കിൽ ആ പത്രമാണ് സത്യം എന്ന് വിചാരിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ മാധ്യമങ്ങളിലെ സ്ത്രീ എന്ന് പറയുന്നത് പരസ്യങ്ങളിൽ ഇപ്പൊ ഒരു കാറിന്റെ പരസ്യം, സാൻഡ്രോ അല്ലെ, അല്ലെങ്കിൽ ടാറ്റയുടെ ഒരു കമ്പനി എന്തൊരു പ്രൊഡക്ട്സ് ആദ്യം വിപണിയിലേക്ക് എത്തിക്കുന്നത് സ്ത്രീയുടെ അർത്ഥനഗ്നമായ ശരീരത്തോടുകൂടെ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു കാറിന്റെ പരസ്യത്തിന് ഒന്നും വേണ്ട, ഒരു ആവശ്യമില്ല. ഷേവിംഗ് സെറ്റിന്റെ പരസ്യത്തിന്, അങ്ങനെ പലതിനും ഒരു സ്ത്രീ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം സ്ത്രീയെ പരസ്യമാക്കുന്നുണ്ട്. അപ്പൊ ഒരു പുരുഷന്റെ കണ്ണിലൂടെയാണ് എല്ലാ മാധ്യമങ്ങളും സ്ത്രീയെ കണ്ടിരിക്കുന്നത് അല്ലെ? പുരുഷന്റെ ആംഗിളിലാണ് ഒരു സ്ത്രീയെ കണ്ടിരിക്കുന്നത്. പുരുഷന്റെ ആംഗിൾ എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെയായിരിക്കണം അല്ലെ? സൗന്ദര്യം, സ്ത്രീ സൗന്ദര്യം. എന്റെ പ്രൊഡക്ട്സ് വിപണിയിലേക്ക്, മാർക്കറ്റിലേക്ക് അത് പോപ്പുലറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ത്രീ ആവശ്യമാണ്. അപ്പൊ ആ സ്ത്രീ എവിടെ വേണം? അതിനെ വെച്ചിട്ട് അവർ മോഡലിൽ പരസ്യം വെക്കുന്നു. അപ്പൊ അത് വിട്ട് കഴിഞ്ഞ് പോകുന്നുണ്ട്. പ്രീതി സിംഗ അല്ലെങ്കിൽ കജോള് അല്ലെ, ഇങ്ങനെ നിരവധി പ്രമുഖര്. അതിനല്ല ഇപ്പൊ സ്വർണ്ണാഭരണ പരസ്യം ആണെങ്കിൽ എല്ലാം സ്വർണ്ണാഭരണ പരസ്യത്തിന് പിന്നെ അതില്ലാതെ കഴിയില്ലല്ലോ. സ്ത്രീയാണ് എല്ലാവരും ധരിക്കുന്നത്. അത് പോട്ടെ, അതെല്ലാം മാറ്റി വെച്ച്. അപ്പൊ ഒരു പിന്നെ പ്രൊഡക്ട്സിന് ഇതിലേക്ക് എത്തിക്കുവാൻ മാത്രമല്ല, ഒപ്പം തന്നെ സ്ത്രീയെ ഏറ്റവും മോശമായിട്ട് ഗ്ലാമർ എന്നുള്ള വേർഡ് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് ടൈംസ് ഓഫ് ഇന്ത്യ, ഈ ദ ഹിന്ദു എന്നുള്ള ഇന്ത്യൻ എക്സ്പ്രസ് എന്നീ പത്രങ്ങൾ ഈ നാഷണൽ മീഡിയയിലുള്ള അവരിൽ നിന്ന് പ്രചരിപ്പിച്ച വേർഡാണ് ഗ്ലാമർ. ഇപ്പൊ നല്ല ഗ്ലാമർ ഉണ്ട് എന്ന് പറയുമ്പോഴും ഗ്ലാമർ താരം എന്ന് പറയുമ്പോഴും നമ്മൾക്ക് 2 അർത്ഥങ്ങൾ വരുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ 2 അർത്ഥങ്ങൾ കൽപ്പിക്കാറില്ലേ? നല്ല ഗ്ലാമർ ഉണ്ട് കേട്ടോ, കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ഇപ്പൊ പറയുന്നത് ഗ്ലാമർ എന്നുള്ളൊരു വേർഡാണ്. ഗ്ലാമർ എന്നുള്ളൊരു വേർഡ് പോലും അശ്ലീല വേർഡായിട്ടാണെന്ന് പറയുന്നത്. അശ്ലീലം ഒന്നും ഇല്ല, ഞാൻ വിശ്വസിക്കുന്നതാണത്. അതുകൊണ്ട് അത് ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ അതിന് ആ അശ്ലീലമാക്കി തിരിച്ചിരിക്കുന്നു. അപ്പൊ സ്ത്രീക്ക് എവിടെ ചെന്നാലും ഒരു പുരുഷ കേന്ദ്രീകൃത അല്ലെങ്കിൽ പുരുഷ മേധാവിത്വ ഒരു ചാനലായിട്ട് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ എന്നൊരു വർത്തമാന കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ വിചാരിച്ചിരുന്നു ഇപ്പോ 50% സ്ത്രീ സംവരണം കേരളത്തിൽ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പല അമ്മമാരും ഒരു പക്ഷെ വാർഡർമാരായിട്ടുണ്ടാവും. ഉണ്ടായില്ലേ? ഉണ്ടോ? എത്ര പേരുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അമ്മമാരോ കുടുംബക്കാരുള്ളവര്? 1, ഒരാളെ 2, 3 പേര് അല്ലേ? കുറവാണ് ഇവിടെ, കുറവാണ്. 50% സ്ത്രീ സംവരണം നടപ്പിലാക്കുമ്പോൾ കേരളത്തിന് ഒരുപാട് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് മാറ്റം തോന്നുന്നത് ഇന്നും വേണം. അരാഷ്ട്രീയവൽക്കരണം ഒരിക്കലും ഒരാളും വേണം. നിങ്ങളുടെ ക്യാമ്പസിൽ പോലും അരാഷ്ട്രീയവൽക്കരണം വന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് കേരളത്തിലെ പൊളിറ്റിക്സുകളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആവാൻ കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അല്ലെ? നിങ്ങൾ പ്രായപൂർത്തി 18 വയസ്സായി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ അതിനെ കുറിച്ച് ബോധ്യമില്ല. എന്റെ വോട്ട് മിസ്യൂസ് ആയി പോകുമോ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയി പോകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആർക്കെങ്കിലും എടുക്കിട്ട് ഒരു വോട്ട്, ആദ്യ വോട്ട്, കന്നി വോട്ട്, പിന്നീട് അവിടെ ജയിത്രയാത്ര വോട്ടുകൾ എങ്ങനെയാണ് ടീച്ചർ തരണം ചെയ്യുന്നത്? എന്റെ സാഹചര്യങ്ങൾ വന്നപ്പോ ഞാൻ വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കാസർഗോഡാണ് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയത്. കാസർഗോഡ് 30 വർഷം ആയി ഉപ്പുവെള്ള കുടിവെള്ള പ്രശ്നമുണ്ട്. കാസർഗോഡുകാർക്ക് അറിയാം അല്ലെ? കാസർഗോഡുകാർക്ക് അറിയാലോ? ഇവിടെ ഇല്ല അല്ലെ? ഇവിടെ അവരങ്ങോട്ട് പോയി. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 30 വർഷം 30 വർഷത്തെ എന്ന് പറഞ്ഞാൽ വലിയ നീണ്ട കാലയളവാണ്. ഇന്നും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ വലിയ ടേം ഇരുന്നാണ്. അതുപോലെ വലിയ ഒറ്റ വ്യാവസായിക സംരംഭങ്ങളും ഇല്ലാത്ത ജില്ലയാണ്. ഒറ്റ സ്ത്രീയും അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒറ്റ വ്യാവസായിക സംരംഭങ്ങൾ ഇല്ലാത്ത ജില്ല സാട്ടിന് അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ നീക്കങ്ങൾ എന്നെക്കാൾ മുമ്പേ അറിയുന്ന തീർച്ചയായിട്ടും റിയൽ ജേർണലിസ്റ്റ് വേണ്ടത് ഒന്ന് കോമൺ സെൻസ്, പിന്നെ സെൻസിബിലിറ്റി എന്ന് പറയും. സെൻസിബിലിറ്റി ഒരു വാർത്ത കണ്ടാലേ ഇപ്പൊ ക്യാമറമാന്റെ ആംഗിളിലുള്ള വാർത്തയാവില്ല, ഞാൻ കാണുന്ന ആംഗിളിലുള്ള വാർത്ത അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നു. ക്ലാസ് കേൾക്കുമ്പോ ഞാൻ കാണുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഞാൻ കാണുന്ന 3 ആംഗിൾ
ഒന്ന് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നവരുണ്ട്, ചിലരുടെ കണ്ണുകളിൽ നമുക്കത് കാണാൻ പറ്റും, ആംഗ്യങ്ങളുണ്ട്, അതായത് അവർ അതിനോട് പ്രതികരിക്കുന്ന അവരുടെ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലേ ഇല്ലേ അതുപോലെ അപ്പോ ഒരു വാർത്ത വരുമ്പോ ആദ്യം നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് വാർത്തയുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞത് അതുപോലെ കേൾക്കരുത്, അതുപോലെ വിഴുങ്ങരുത്, അത് വൺ സൈഡ് വാർത്തയായി പോകും. അപ്പൊ നമുക്ക് പ്രതിപക്ഷത്തിന്റെ വാർത്ത കൂടി കേൾക്കണം. ഇല്ലേ അപ്പോ ഇത് ഒരു വാർത്തയ്ക്ക് എന്തായാലും ഒരു ഒപ്പോസ് ഉണ്ടാവും. ഇവരൊരു വാർത്ത വരുമ്പോൾ ഒപ്പോസ്, ചിലതിന് ഒപ്പോസ് ഉണ്ടാവില്ല, ചിലതിൽ ഏറ്റവും കൂടുതൽ ഒപ്പോസ് വരുന്നത് ഗവൺമെന്റ് ആയിരിക്കും, ബ്യൂറോക്രസി ആയിരിക്കും, രാഷ്ട്രീയക്കാരായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു വാർത്തയെ ഒന്ന് അനലൈസ് ചെയ്യാം. അനലൈസിങ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് അനലൈസിങ് കപ്പാസിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ അനലൈസിങ് കപ്പാസിറ്റിയിൽ നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അത് സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്കൊരിക്കലും നമ്മെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ വാർഡിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവരെന്നെ പരിഗണിക്കുന്നില്ല, ഓക്കെ ശരി, നമ്മളത് കേട്ടു, നമ്മൾ ആ വാർഡിൽ പോയിട്ട് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ പോയിട്ട് അന്വേഷിക്കുന്നു, എന്താ കാര്യം. അപ്പൊ അവരുടെ ആംഗിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു പോയിന്റ് കിട്ടും, എന്താണ് ഇതിനുള്ള കാരണങ്ങൾ. അത് നമ്മൾ അവസാനം നമ്മൾ P2C എന്ന് പറയും. ക്യാമറയിലാണെങ്കിൽ P2C എന്ന് പറയും. നമ്മൾ പറയില്ലേ, മൈക്ക് വെച്ച് നമ്മൾ പറയില്ല, അവതാരകരെല്ലാം വന്ന് പറയുന്നത് നമ്മുടെ ആംഗിളാണ്. അതുവരെ ഇവരുടെ രണ്ടു കൂട്ടരുടെ ആംഗിൾ നമ്മൾ പറയും വാർത്തകളുടെ. ഒരു മിനിറ്റ് സ്റ്റോറി അല്ലെങ്കിൽ 1.5 മിനിറ്റ് സ്റ്റോറി, പരമാവധി 2-2.5 മിനിറ്റ് സ്റ്റോറി, ഡോക്യുമെന്ററി തന്നെ അരമണിക്കൂർ. ഈ സ്റ്റോറിയിൽ നമ്മൾ ചെയ്യുന്നത് ആരാണോ പരാതിക്കാരെ അവരുടെ ആംഗിൾ കൊടുക്കും. ആ പരാതിക്കാരന്റെ ആംഗിളിലുള്ള മറുവശത്തുള്ള പ്രതിപക്ഷം ആരാണോ അവരുടെ ആംഗിൾ കൊടുക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്നൊരു ഇത് കിട്ടും, ആ പോയിന്റ് കിട്ടും. ആ പോയിന്റ് നമ്മൾ പറയും. അപ്പൊ സ്റ്റോറി പൂർണ്ണമാകുന്നു. വേണ്ടത്ര ധൈര്യവും കോൺഫിഡൻസും എല്ലാം മാഡത്തിനുണ്ട്. അപ്പോൾ പറഞ്ഞു, മേരി റോയെ പോലെ ഒരാൾക്ക് അന്ന് അൽഫോൺസ് കണ്ണന്താനം അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മാഡത്തിനും പറഞ്ഞു? അല്ല, ഞാൻ പറയുന്നത് മേരി റോയ് പിന്നീടാണ് ഇത് ലോകത്തോട് പറയുന്നത്, അല്ലേ? ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഞായറാഴ്ചകളിലാണ് അത് മേരി റോയ് ലോകത്തോട് പറയുന്നത്. നമ്മളത് അറിയില്ലല്ലോ. അതുപോലെ നല്ലൊരു ക്ലാസ് എടുത്തു തന്ന, അതായത് സ്ത്രീ എങ്ങനെ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് എടുത്തു തന്ന ക്ലാസ് എടുത്തു തന്ന ഫൗസിയ മേഡത്തിന് എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരും ഹൃദയം പ്ലസ് 1 ഉണ്ടല്ലേ?